ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. നിശ്ചയ ക്ലാസ്സൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്ത് കുക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് വീഡിയോ ചെയ്യാം. എഴുന്നേക്കട്ടെ കേസിൻ്റെ പകുതി നിളത്തും പകുതി കട്ടിലുള്ള ഈ വീഡിയോ എടുക്കേണ്ട ഫോൺ അപ്പുറത്തെ റൂമിലായിരുന്നു. ചേട്ടയുടെ ഫോണൊന്ന് എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞ ചേട്ടാ എന്നെ വലിച്ച് കട്ടിൽ നിന്ന് താഴെ ഇട്ട രംഗമാണ് ഈ കാണുന്നത്. സമയം ഇപ്പോൾ 8:10. ഇച്ചുണ്ണി, ഇച്ചോ എണീക്കുന്നുണ്ടോ? ഇപ്പം പഠിക്കണ്ടേ? നാളെ 3 പരീക്ഷയുണ്ട്. ഇപ്പോൾ എഴുന്നേക്കുന്നുണ്ടോ? അതേ കുറച്ച് വേണ്ടിയുള്ളോ? എവിടെ എങ്ങോട്ടാ? എന്നാ റീച്ച് നശിപ്പിച്ച് അപ്പ അത് പശ പോയതായിരിക്കും. ഇങ്ങോട്ടോ അത് ശരിക്കും ഇരുന്നിട്ട് ചെയ്യുന്നത്. അപ്പൊ കാണിച്ചു ഇവിടെ നിരത്തിരിക്കുന്നു. കാല് നോർത്ത് നീ എവിടെ പറയാ? കാല് നോർത്ത് പിടിക്കേ. വലിക്കേ. വലിക്കേ. പുറകോട്ടോ. മതി. എന്നിട്ട് ആ സാധനം എടുക്കുക. അറിയാവോ? നോക്കട്ടെ. മുട്ട നിക്കടി. നീ മുട്ടയിൽ ഇരിക്കുവല്ലേ? മുട്ട നിക്ക്. നീ പോട്ടെ. പോട്ടെ, തിരിച്ചു പോട്ടെ. മതി. അതൊന്നും അത് പറ്റി. എന്താ അങ്ങോട്ടാ? നമുക്ക് ഇഡ്ഡലിയാണേ. രാവിലെ ഇഡ്ഡലി ആരുടെ എന്നെ അടിച്ച് ചിക്കൻ കറി. ഇഡ്ഡലി ചിക്കൻ കറി. ഞാൻ ചോദിക്കട്ടെ, ചമ്മന്തി അരക്കണോ? നാളെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 2 ഡിക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഇതിൽ കുറച്ച് നേരം പഠിപ്പിക്കണം. ഇച്ചോ രാവിലെ താഴോട്ട് വരുന്നുണ്ടെന്ന്. എടി പിന്നെ നീ എന്നെ ഉണ്ടാക്കിയേ? അല്ല, ഞാൻ ഇഡ്ഡലിയുടെ മാവ് അന്ന് അരച്ചുണ്ടായിരുന്നു. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി. ഇച്ചിരി ഇഡ്ഡലി മതി തന്നെ. പിന്നെ നമുക്ക് കപ്പയുണ്ട് കഴിക്കും. നോക്കാന്ന് ഞാൻ ഇവിടെ അങ്ങോട്ട് മുടി വെട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിടാം. നിനക്കൊരു ഇഡ്ഡലി, നിനക്ക് 2 ഇഡ്ഡലി, എനിക്ക് 2 ഇഡ്ഡലി, നിനക്ക് 3 ഇഡ്ഡലി. തൽക്കാലം എനിക്ക് 3 ഇഡ്ഡലി ഇല്ല. കണക്ക് പഠിപ്പിച്ചു. രാവിലെ ദോശ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പം എനിക്ക് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് താഴെ പോയിട്ട് അന്തസ്സായിട്ട് അവൾ അപ്പം കഴിച്ചു. അതാണ് മൈ ചായ. മതി. നിനക്ക് നീ കഴിക്കാൻ കേട്ടോ. ഇഡ്ഡലി കുളമാക്കി. അപ്പം കഴിക്കുന്നില്ലേ? ഒരു കഷ്ണം ഇട്ടോ.
എല്ലാം അത്ര വേണ്ട. വേണ്ട മതി, ചാറുണ്ട്. അങ്ങനെ നമ്മൾ രാവിലത്തെ കാപ്പിയോടെ എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ പറമ്പിലോട്ട് പോകണം. പറമ്പിൽ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അങ്ങോട്ടാടി അങ്ങനെയല്ല, വക്കീലന്മാർ കോടതി ശരിയാ. അവര് ഫയൽ ഉണ്ടായിരുന്നു. ഈ കയ്യിലൊരു തൂമ്പായും പാക്കத்தைയും കൂടെ എടുക്കാൻ പറ്റായിരുന്നു. പേരും വയസ്സും ചോദിക്കണ്ട. 5 കൊല്ലം മുമ്പത്തെ വയസ്സും പേരും. 5 കൊല്ലം അല്ല, 10 കൊല്ലം ആവശ്യം. ആ, അങ്ങനെ വലതുകാലം വെച്ച് പറമ്പിലോട്ട് എന്തിനാ ഇതൊക്കെ എടുക്കണം? അപ്പം നട്ട് കഴിക്കണോ തോന്നുന്നു. ഇപ്പോൾ ആ, അതൊക്കെ എടുത്തോ. ചേച്ചി, ഇഞ്ചിക്കകത്ത കമ്പി ഇപ്പം മാറ്റുന്നുണ്ടോ? നമ്മൾ നിലവിൽ മധുരക്കിഴങ്ങിന് അത് കുഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അന്നേരം അപ്പം പറഞ്ഞു അപ്പൻ അത് കുഴിച്ച് വെച്ചോളാം, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് കുഴിച്ച് വെക്കാം. നിങ്ങളെന്നാൽ പിന്നെ ഇഞ്ചിക്കകത്ത ഇതെടുത്തോളാം. ഇഞ്ചിക്കകത്ത് നമ്മൾ ചപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം എടുത്ത് പറക്കി മാറ്റി വെക്കണം. കാരണം ഇഞ്ചിക്ക് വളമിടാനായി. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത കമ്പും കോലും അതെല്ലാം പറക്കി നമ്മൾ മാറ്റാം. കഴിഞ്ഞ ചേച്ചി ഞാൻ കോട്ടിടാൻ വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും പുറകെ വന്നു. കൂട്ടിട്ടിട്ടൊക്കെ അങ്ങോട്ടാ, കൂട്ടിട്ടിട്ട് അങ്ങോട്ടാ. മറ്റേ ഇതാ ചിറ പുഞ്ചി മണിക്ക് മുറുക്കാനല്ലേ? മുറുക്കാനുണ്ടോ ചേച്ചി? കൂടെന്തി പോകാം. അയ്യോ, അത് കുറേ ഉണ്ടല്ലോ. ചേട്ടാ ഇത് പറയുന്നുണ്ടായിരുന്നോ? ഓർത്തില്ല, അല്ലെങ്കിൽ ദിവസം മുറുക്കാൻ മേടിച്ചോളൂ. അയ്യോ, ആ അത് ശരിയാ. എന്ത് നല്ല അമ്മായപ്പൻ. അപ്പുറം ചെയ്തില്ലല്ലോ, അതിശയമുള്ള. ഇവര് കാണിക്കുന്നല്ലോ. എൻ്റെ പോന്നെ, അവിടെയല്ല നെറ്റിയാലാണ് ഒട്ടിക്കുന്നത്. ഇതെവിടെ അയ്യ അതുപോലും അറിയത്തില്ല. മുറുക്കാൻ നടക്കുമോ? പ്രതാപയിലാണ് ഉണ്ട് ഇത് ഒട്ടിക്കുന്നത്. അതിനതാ പറ്റുന്നതായിട്ട് എന്നിട്ട് പുകല വേണ്ടേ? പറമ്പിൽ പണിയെടുക്കുന്നത് നഷ്ടമാണ്. പറമ്പിൽ പണിയാൻ വന്നാൽ മുറുക്ക് കപ്പളങ്ങ പിടിച്ചിട്ടുണ്ട്. ചാണകം ഇട്ടുകൊണ്ട് കവുങ്ങ് ഇച്ചിരി ആ മഴയത്ത് ഇങ്ങോട്ട് കയറിയട്ടെ. അയ്യോ, വല്ലാത്ത ക്രിമിയാ. ഷൂവും ഗ്ലൗസും സോക്സും. മോഡേൺ പണിക്കാരനാണോ? മനുഷ്യനോട് 2 തണ്ട് മുരിങ്ങയില പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. 2 തണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ആ മനുഷ്യൻ ഒരു കിണ്ടല മുരിങ്ങയില പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതെന്താ ചെയ്യുക? ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൻ്റെ അകത്തേ ഒരു വീഡിയോ കണ്ടു. എന്നാ അറിയോ? കഞ്ഞിവെള്ളത്തിനകത്ത് കടുക് പൊട്ടിച്ചിട്ട് മുളകും ചെറിയുള്ളിയും ചതച്ചിട്ടിട്ട് മുരിങ്ങയില അതിൻ്റെ അകത്തിട്ട് ചോറിൻ്റെ തൊഴിച്ച് കൂട്ടുന്നു. നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ? അച്ചാറല്ല, നമ്മളിന്ന് കഞ്ഞിവെള്ളത്തിൽ മുരിങ്ങയില ഇട്ട് കഴിച്ചു നോക്കും. വായട്ടായി പോയട്ടെ, വാ ഇറങ്ങാം. ഫോണൊക്കെ എടുക്കും, നമുക്ക് പിന്നെ ചെയ്യാമോ? മഴ പോയിട്ട് വീട്ടിൽ പോകാൻ പറ്റില്ല. ഇങ്ങനെ ഇപ്പം മഴ പോയിട്ട് വീട്ടിൽ പോകാൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തൊരു മതിയാ.
കപ്പലത്തിൻ്റെ അവിടെ വെള്ള കളർ കാണുന്നുണ്ടോ? അതാണ് നമ്മുടെ പള്ളി. ഈ കപ്പലിൻ്റെ ഇടയ്ക്കൂടെ ഈ കുരിശ് കാണുന്നതാണ് നമ്മുടെ പള്ളിയുടെ സിമിത്തേരി. ഇത്രയും അടുത്താണ്. മരിച്ചാൽ ഇവിടെ നമ്മൾ ഓടിപ്പോയി കിടക്കാവുന്ന ദൂരമുള്ളൂ നമുക്ക് സിമിത്തേരിയും വീടുമായിട്ട്. നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. പറമ്പിലെ ഇന്നത്തെ താൽക്കാലികമായ പണികൾ കഴിഞ്ഞു. അയ്യോ, കൂർക്കയും മധുരക്കിഴങ്ങ് നട്ടത് കാണിച്ചില്ലല്ലോ, മഴയായിപ്പോയി. വാ, റബ്ബറിൻ്റെ ഇല കൊഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്തൊരു സ്ഥലമാണ്. കൈ ചളി. നിമിഷം ഇനി വീട്ടിൽ പോയിട്ട് ഒരുപാട് പണിയുണ്ട്. പോട്ടെ അല്ലേ? മിറ്റം നോക്കി കഴിഞ്ഞ തുടച്ച് മിറ്റം. പിച്ചോ വാ. എങ്ങോട്ടാ? രാശിപൂരം. ഇനി പച്ചക്ക നെറ്റില്ലാത്ത മൊബൈൽ വായിച്ചോ. എന്നാ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു. വായിച്ചു. മമ്മി ഇന്നത്തെ മുട്ടക്കറി അവിടെ ഇരിപ്പുണ്ട്. അവിടെ ലിറ്റിൽ ഫ്ലവറിൽ നിന്ന് കൊണ്ടുവന്ന മുട്ടക്കറി. പിന്നെ ചക്ക അമ്മ ഒഴിക്കോ? എനിക്ക് കാണുന്നില്ല. എല്ലാം പുഴുവെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടല്ലോ, ചേട്ടായിക്ക് മാത്രം മതി ചക്ക. പിന്നെ ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കാനാണ് പുഴുവെന്ന്. മമ്മി പുഴുകുമ്പോൾ ചേട്ടായി ക്ഷത്രിയത്തി. പിന്നെ എനിക്ക് ചക്ക വേണ്ട. മമ്മി കഴിച്ചോ, നിങ്ങളെല്ലാവരും കഴിക്കുക. അപ്പോൾ ഇന്ന് ചോറ് കൊണ്ടുണ്ടേ. എപ്പോഴാണ് ചക്ക പുഴുവന്നേ? പൂജയ്ക്ക് ചോറ് വെക്കണം അല്ലേ? ഞാൻ വിചാരിച്ചു ഇപ്പം എനിക്ക് ചോറ് വേണ്ട. ഇവക്കോ ഇച്ചു തന്നെ വേണ്ടെന്ന് ഉച്ചയ്ക്ക്? ചിക്കൻ ഉണ്ട്. നിന്നെ ഇന്ന് ഇഡലി ഞാൻ തീറ്റും കേട്ടോ. നീ ഇന്ന് രാവിലെ എന്നെ കൊണ്ട് നിന്ന് ഇപ്പം ഇഡലി ഉണ്ടാക്കി വെച്ചാൽ നീ താഴെ വന്നൊരു അപ്പം നിന്നോ. ഇറക്കി ചേട്ടാ അങ്ങോട്ട്. മൊബൈലോടെ കൊണ്ടുവച്ച സമയങ്ങളാ. എൻ്റെ വേഗം പുസ്തകം എടുക്കാൻ നോക്ക്. സമയം ഇച്ചോ എൻ്റെ അമ്മച്ചി കൊന്നതാ എൻ്റെ ഇടയ്ക്ക്. പക്ഷേ ഈ വാശമുണ്ട് 1-2 കേടാണല്ലോട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെ കത്തിക്ക് എത്തി പാത്രം ഇങ്ങനെ പിടിച്ച് അതിൻ്റെ ഒന്നായിരിക്കും. ഏതാ മടിയിലിരിക്കുന്ന സാധനത്തിൻ്റെ പേരോ? അയ്യോ, ഇതാണ് മുരിങ്ങയില. മുരിങ്ങക്കോലല്ല, മുരിങ്ങയില. സ്പൂൺ പുറത്തേക്ക് കൊച്ചിന് പനി കഴിഞ്ഞ് മരുന്ന് കഴിക്കാമെന്ന് നോക്കാട്ടെ. അതിന് ഐസ്ക്രീം കൊടുത്താൽ പനിയാക്കാം. വരുന്നുണ്ട് ഐസ്ക്രീമിൻ്റെ മണം അടിച്ചപ്പോഴത്തേക്ക് വരുന്നുണ്ട്. ഇതിന്റെ പേരെന്നറിയാം? അതല്ല ഇച്ചുവിന് ആ സാധനം വേണ്ടല്ലോ, പനിയല്ലേ? അതുകൊണ്ട് അപ്പയും അമ്മയും കഴിക്കും. ഇച്ചുവിന് പനി ആയതുകൊണ്ട് കേട്ടോ. എന്നിട്ട് ഇച്ചുവിന് പനി കഴിഞ്ഞിട്ട് അപ്പം വേറെ പിടിച്ചിട്ട്
അതാണ് മരുന്ന് കുടിക്കും അതൊക്കെ ഞാൻ തരാം. ആ മതി മരുന്ന് കഴിക്കും. വെള്ളം വേണ്ട. ഓ അതാണ് പിന്നെ മെസ്സിനെ കണ്ട കാഴ്ച. ആ പിന്നെ ഒരു മെസ്സി ഫാൻ വന്നേക്കുന്നു. അതപ്പം പിടിക്കും. ഇതിനെ കണ്ട ചെറിയ മെസ്സിയാണോ? പിന്നെ ചോദിക്കാനുണ്ട് മെസ്സിയാണോ? വിശ്വസിക്ക് നമ്മൾ ചോറ് വെക്കുന്നില്ല, ചോറ് കഴിക്കുന്നില്ല. അതെന്താ വെച്ചാൽ നിനക്കുള്ള ചോറ് ഇരിപ്പുണ്ട്. നമ്മൾ രാവിലെ കഴിച്ച ഫുഡ് ഹെവി ആയതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് വെച്ചു. പിന്നെ ചോറ് ഇന്നലത്തത് കുറച്ച് ഇരിപ്പുണ്ട്. അങ്ങനെ വിശക്കുവാണെങ്കിൽ അത് കഴിക്കാം. മുരിങ്ങയില എന്തായാലും പറിച്ചിട്ടുണ്ടെന്നല്ലേ, അപ്പം മുരിങ്ങയില ഒരുക്കി ഫ്രിഡ്ജ് വെക്കാം. പിന്നെ ഇതുകൊണ്ട് കഞ്ഞിവെള്ളം വേണമല്ലോ. ആ സാധനം ഉണ്ടാക്കണമെങ്കിൽ താഴെ കഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കണം. എടുക്കുന്നതെന്ന് അറിയാമോ? എങ്ങനെയാ? അത് നമ്മൾ ഇത് കുറച്ച് എടുത്തിട്ട് അങ്ങനെ അതിന് എളുപ്പമുള്ളത് കാണിച്ചു തരാം. ചേട്ടാ ഈ ഫോണൊന്ന് പിടിച്ചു. കുറച്ച് കമ്പ് സാരമില്ല, എന്നാൽ വിറ്റാമിൻ നിറവാ. ഇതോ അത് വെച്ചേ അത് കളയണം. പറമ്പിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് കാർച്ചയായിരുന്നു. ആ ഞങ്ങൾ ഇവിടെ മുടി കെട്ടിക്കൊണ്ട് നിൽക്കാം. ഞാൻ അങ്ങോട്ട് വരുവായിരുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പറമ്പി വന്നിട്ട് എന്നായിരുന്നു ചോദിച്ചു? പറമ്പി വന്നിട്ട് അനോഷിന് വെട്ടിപ്പോ, അല്ലാതെ വേറെ എന്തെങ്കിലാണോ? പിന്നെ എടുക്കാവേ. നാളെ സ്കൂളിൽ പോയി എടുത്താൽ മതി. അയ്യോ വേണ്ട, നമുക്ക് ഹാപ്പി ബർത്ത്ഡേക്ക് എടുക്കണ്ടേ? ഹാപ്പി ബർത്ത്ഡേക്ക് എടുക്കാം. അയ്യോ എത്ര നാളെ? നാളെ വരുന്നു. നാളെ അല്ല, നാളെ കഴിഞ്ഞാ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയുണ്ട്? തൃശ്ശൂരുകാരുടെ മണത്തോ കണ്ടത് ഞാൻ കണ്ടുപിടിച്ച റെസിപ്പി അല്ല, തൃശ്ശൂരുകാരുടെ ഡിഷാന്നാ പറഞ്ഞത്. കഞ്ഞിവെള്ളത്തിൽ അത്രേ ഉള്ളൂ. കഞ്ഞിവെള്ളത്തിൽ മുരിങ്ങേൻ്റെ താളിപ്പ്. ഒന്ന് കുടിക്കട്ടെ, എന്നിട്ട് വേണം റെസിപ്പി. ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് അങ്ങനെ ചോറിലൂടെ നമുക്ക് കുറച്ച് നാളായിരിക്കും അല്ലേ? ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ശരി മിനിറ്റ്, അത് നീറ്റ് നടക്കട്ടെ. എനിക്ക് മഴക്കാലത്ത് സൂപ്പ് കുടിക്കണമായിരുന്നു. സൂപ്പിൻ്റെ ഇതല്ലേ? സൂപ്പിൻ്റെ ടേസ്റ്റ്. ഞാൻ ഇച്ചിരി കുരുമുളക് കിട്ടും, അവരായിട്ട് കുരുമുളക് കിട്ടില്ലായിരുന്നു. സൂപ്പായിക്കോട്ടെ. ഇച്ചിരിയാണോ? ഇച്ചിരി എരിവുണ്ട്, കുഴപ്പമില്ല. ഇച്ചിരി ഒന്നുമില്ല, കുരുമുളകുണ്ട്. അതില്ല ഊതി കുടിക്കുക. ഓ ഇങ്ങോട്ട് ഊതില്ല. ഞാൻ കുടിക്കേ ടേസ്റ്റ് എനിക്കെരിവില്ല. ഇതെന്തല്ലേ കണ്ടോ? മുരിങ്ങയില ഊതി ചവച്ചിൻ്റെ മുരിങ്ങയില നല്ലതാ. നല്ല മഴ. ഇതാണ് മുരിങ്ങയില താളിപ്പ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് യൂട്യൂബിൽ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണണം കേട്ടോ.
കുറേ നാളായി ഒരു സിനിമ ഫുള്ളിരുന്ന് കണ്ടിട്ട്. എന്നാൽ നമ്മൾ വിചാരിച്ചു ഇന്നലെ എന്നാൽ പിന്നെ ഇരുന്ന് കണ്ടേക്കാമെന്നും പറഞ്ഞു. എൻ്റെ ദൈവം ഇത്രയും എമ്മനെ കട്ടി ഒരു പടം എൻ്റെ ലൈഫിൽ കണ്ടില്ല. എത്രയും സമയം പോയി. ഞങ്ങൾ അതിൻ്റെ ഒരു വിഷമത്തിൽ ഇരിക്കുവാണ്. ആപ്പിൾക്ക് ചായ കുടിക്കണ്ട ഗൈസ്. ഞാനിത് 1 മണിക്കൂറത്തേക്ക് ഇവിടെ ഇല്ല. ഈ വീട് ഇവർ വരുമ്പോഴത്തേക്കും മറച്ചു വെക്കും. ഇച്ചാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായി. അപ്പം പൊടിയൊക്കെ ഇട്ടിട്ട് തരും. അമ്മ പോവാ. ഷിൻറ്റുവിൻ്റെ മാസ്മരിക കള്ളക്കളി. അടി വീണോ? പറക്കി കിട്ടാനുണ്ടോ? കളി കഴിഞ്ഞോ? ഇച്ചുവിൻ്റെ കാണിച്ചടി. ഓ മൈ ഗോഡ്. 2, 4, 6, 8, 9, 10, 11, 12. ഇച്ചുവിന് 12. പിന്നെ ബ്ലാക്ക് 1. മീൻകറിയും ഞാൻ ബ്രെഡ്, മീൻകറിയും ഇച്ചു ബ്രെഡും മുട്ടയും. അങ്ങനെ 3 പേര് 3 ടൈപ്പ് ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.